ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെ സിമ്പിളായിട്ട് പാൽപ്പേട ഉണ്ടാക്കുന്നതാണ്. ഇത് രണ്ട് സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളെ സഹായിക്കാൻ വന്നിരിക്കുന്നത് നമ്മുടെ അച്ചമ്മയാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. അപ്പം ഇതാണ് എൻ്റെ അച്ചമ്മ. അച്ചമ്മയാണ് ഇന്ന് മൊത്തം പാൽപ്പേട ഉണ്ടാക്കുന്നത്, സഹായിക്കുന്നത്. അപ്പം അച്ചമ്മ ഹായ് കാണിച്ച്. നമുക്കിനി മെയിനായിട്ട് വേണ്ട ഒരു അടുപ്പാണ്. നമുക്കിനി അടുപ്പ് സെറ്റ് ചെയ്യാം. നമ്മൾ അടുപ്പ് സെറ്റ് ചെയ്തു. ഇനി അതിന് തീ കത്തിക്കാം. അപ്പം നമ്മളങ്ങനെ തീ കത്തിച്ചു. ഇനി നമുക്ക് ചട്ട് എന്ത് വെക്കണ്ടേ? ചട്ട് കല്ലിന് ഉരുളി അനിയും വെക്കണ്ടേ. ഫസ്റ്റ് പാലാണ് വേണ്ടത്, 1 ലിറ്റർ പാൽ. നെക്സ്റ്റ് ഒരു 6 സ്പൂൺ പഞ്ചസാരയാണ് പൊടിച്ച 6 സ്പൂൺ പഞ്ചസാര വേണം. പിന്നെ 1 ലിറ്റർ പാലും വേണം. ഇതാണ് നമ്മുടെ പേട തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഉരുളി വെച്ചു, പാലെടുക്കും. പൊടിച്ചുണ്ട്. നമ്മൾ പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് ഇനി അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി ഇനി പാകമാകുന്നിടം വരെ ഇനി ഇളക്കണം. അപ്പം നമ്മുടെ പാൽപ്പേട ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി വെക്കണം. അപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മൾ അടുത്തത് ഈ പാത്രത്തിലോട്ട് നെയ്യാണ് ഒഴിക്കുന്നത്. അവിടെ ഇരിക്കുന്ന പേട നമ്മൾ ഇതിൽ നിന്ന് സെറ്റാക്കാൻ വേണ്ടിയാണ്. ഇതിലിട്ട് സെറ്റാക്കി ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഒഴിച്ചോ. ഇതാണ് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കിയ പേട. അപ്പോൾ ഇനി ഇത് ഉരുട്ടിയിട്ട് നമ്മൾ ഈ പാത്രത്തിലോട്ട് വെക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് തണുപ്പിച്ചിട്ട് നമുക്ക് ഇനി ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ പാൽപ്പേട ഉരുട്ടി ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ കൊണ്ട് തണുപ്പിച്ചിട്ട് ഇതിന് ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ പാൽപ്പേട അതേണ്ട് റെഡി ആയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതേ ഇതാ പാൽപ്പേട കാണത്തില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. നമ്മുടെ അച്ചമ്മയ്ക്കേരെ കൊടുക്കാം. അപ്പം
ഇത് അച്ഛമ്മ പാൽപ്പേട കഴിച്ച് നമുക്കിനി അഭിപ്രായം ചോദിക്കാം. പാൽപ്പേട എങ്ങനെ ഉണ്ടെന്ന്. എങ്ങനെയുണ്ട് പാൽപ്പേട? നല്ല രുചിയാണ്. ഒറിജിനൽ പാൽപ്പേട പോലെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്കിനി ഇത് കൂടുതലായിട്ട് പിന്നെ ഉണ്ടാക്കണം, കഴിക്കണം, നമുക്ക് എല്ലാവർക്കും കൊടുക്കണം. നല്ലതാണ്. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.